രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഇമ്മ്യൂണിറ്റി മാത്രമാണ്, അതിന്റെ ബേസിലാണ് SDPI ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഫണ്ടിങ്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് റമദാൻ കളക്ഷന്റെ പേരിൽ വന്നിരിക്കുന്ന പണം, ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണം ED നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾ സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയാണ്, ഞങ്ങൾക്ക് ഫണ്ട് വരുന്ന കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഇല്ല എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ അത് എത്ര നാൾ പറ്റും? യുവരാജ്, ED പറയുന്നത് അതേപടി വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ്. അല്ല, അതിനകത്ത് ഇപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് സുപ്രീം കോടതി ഏതോ ഒരു കേസുമായി ബന്ധപ്പെട്ട് ED വിമർശിച്ചു എന്നാണ്. മഞ്ജുഷ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരള ഹൈക്കോടതി എത്രയോ കേസുകളിൽ കേരള പോലീസിനെ വിമർശിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് പോലീസും കോടതികളും അതേപോലെ തന്നെ അന്വേഷണ ഏജൻസികളും കോടതികളും ആവുമ്പോൾ ചില കേസുകളിൽ അഭിനന്ദിക്കും, ചില കേസുകളിൽ കുറച്ചുകൂടെ വേഗത വേണമെന്ന് പറയും. ഈ പറയുന്ന മനീഷ് സിസോഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേസിനകത്ത് ഒരു സ്പീഡി ട്രയലിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് എന്നുള്ള രീതിയിലാണ് അതിലേക്ക് ഞാൻ വരാം. മഞ്ജുഷ, അതിലേക്ക് വരാം. ഇവരുടെ ഈ പോയിന്റിനകത്ത് C എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവരുടെ ആ ഡോക്യുമെന്റ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അവർ പറയുന്നുണ്ട്, ഫർദർ ദർ ആർ സെവറൽ കോപ്പീസ് ഓഫ് മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്സ് ആൻഡ് ഹാൻഡ് റിട്ടൺ ഡോക്യുമെന്റ്സ് റിവീലിംഗ് എവിഡൻസ് ഓഫ് PFI ഫണ്ടിംഗ് ഇലക്ഷൻസ് contested by SDPI approval by the National Executive Council of PFI for SDPI to collect funds in Gulf countries. വളരെ വ്യക്തമായിട്ട് SDPI എന്ന് തന്നെയല്ലേ ഇതിനകത്ത് അവരുടെ റിപ്പോർട്ടിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ പാർട്ടി എന്നേ പറഞ്ഞിട്ടുള്ളൂ, SDPI എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ആ രണ്ടാമത്തെ പേജിൽ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫാണ് ഞാൻ വായിച്ചത്. രണ്ടാമത്തെ പേജിൽ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫാണ്, അത് വളരെ വ്യക്തമായിട്ട് SDPI എന്ന് എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ പേജിൽ എത്തുമ്പോഴേക്കും വീണ്ടും തുടങ്ങുന്ന ഫസ്റ്റ് സെന്റൻസിൽ തന്നെ the expenses made by PFI പിടിച്ചെടുത്ത രേഖയുണ്ടല്ലോ, PFIയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പിടിച്ചെടുത്ത രേഖയിൽ ഈ PFIയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഡോക്യുമെന്റിന്റെ ആ രണ്ടാമത്തെ പോയിന്റ്, നാലാമത്തെ പോയിന്റ്, അവിടെ പാർട്ടി ആൻഡ് ഫ്രണ്ടൽ ഓർഗനൈസേഷൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, അതിൽ SDPI എന്ന് പറഞ്ഞിട്ടില്ലെന്ന്. പക്ഷെ അവിടെ പാർട്ടി എന്ന് പറയുന്നത് SDPI ആണെന്ന് കേരളത്തിൽ ജീവിക്കുന്നില്ല. അല്ല, അത് പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോ എന്താണ്, ഒരു കറുത്ത ജീവി എന്ന് പറഞ്ഞു, ആന എന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നത്. ED SDPI മെൻഷൻ ചെയ്താൽ പോലും, ED മെൻഷൻ ചെയ്തിട്ടുണ്ട്. ED മെൻഷൻ ചെയ്താൽ പോലും അത് ED ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അത് EDന് പിന്നെ അത് കോടതി കൊടുക്കും, നമ്മൾ തെളിയിക്കട്ടെ. അത് SDPI അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ചർച്ച ചെയ്യാനിരിക്കുന്നത് EDയുടെ ഫൈൻഡിങ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മളിരിക്കുന്നത്. അപ്പൊ ED ആണ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ED അല്ലാണ്ട് ഇനിയിപ്പോ നിങ്ങളുടെ നാഷണൽ പ്രസിഡന്റ് സ്വയം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ അംഗീകരിച്ചാൽ മതി. EDയുടെ ഒരു വിഷയം പറയാം. 5297 പിന്നെ കേസുകളാണ് ഈ 10 വർഷത്തിനുള്ളിൽ ED രജിസ്റ്റർ ചെയ്തത്. അതിൽ വെറും 40 കേസുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടുള്ളത്. ബാക്കിയെല്ലാം തള്ളിക്കളഞ്ഞു, കോടതി തള്ളിക്കളഞ്ഞതാണ്. മറ്റൊന്ന്, രാഷ്ട്രീയക്കാർ 132 രാഷ്ട്രീയക്കാരെയാണ് ഈ കള്ളപ്പണം വെളുപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം MK ഫൈസിക്ക് എതിരെടുത്ത അതേ കേസുകൾ എടുത്തിട്ടുള്ളത്. അതിൽ ഒരു രാഷ്ട്രീയ നേതാവിന് മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടുള്ളത്. ബാക്കി 132 പേരെയും വെറുതെ വിട്ടു നമ്മുടെ കോടതി എന്ന് പറയുമ്പോൾ ഈ EDയെ, അതായത് ഇത്രയും പിന്നെ രാഷ്ട്രീയ പകപോക്കലോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകിച്ച് RSSന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ED, ആ ED SDPI എന്ന് പറയുന്ന തീർത്തും RSSനും BJPക്കും എതിരായി, അല്ലെങ്കിൽ ഈ രാജ്യത്തെ പിന്നെ ഫാഷിസ്റ്റ് വിരുദ്ധ ചേരിയിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് SDPI. ആ SDPIക്കെതിരെ സ്വാഭാവികമായിട്ടും ED പോലുള്ള അന്വേഷണ ഏജൻസികൾ കൊടുക്കുന്ന വാറോല, ആ വാറോല ഇത് ഇനി കോടതിയിൽ എന്തെങ്കിലും തെളിവ് വന്നാൽ നമുക്കത് ഓക്കെ പറയാം, കോടതി അത് അംഗീകരിച്ചു അല്ലെങ്കിൽ കോടതിയാണ് പറഞ്ഞത്. ഇത് അന്വേഷണ ഏജൻസിയാണ്. അന്വേഷണ ഏജൻസി എന്നു മുതലാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? ശ്രീ അൻസാരി, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ED അന്വേഷിക്കുന്നത് മണി ലോണ്ടറിങ് കേസുകളും മറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങളുമായി ഇപ്പോൾ നിങ്ങളല്ല ഇനി ഏത് 5237 കേസുകൾ എന്നൊക്കെ പറഞ്ഞതിനകത്ത് ഈ പറയുന്ന കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവർക്ക് സോഴ്സ് കാണിക്കാൻ പറ്റിയാൽ, ആ സോഴ്സ് കാണിക്കുന്നതിനനുസരിച്ച് അവരെ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ പല കേസുകളും വെറുതെ വിടുന്ന സാഹചര്യങ്ങളുണ്ടാവും. ED സീസ് ചെയ്തിരിക്കുന്ന എമൗണ്ട് 2004-2014 50, 100, 1000 ഇരട്ടിയാണ് 2014 മുതൽ 2024 വരെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ രീതിയിൽ, അതായത് 2004-2014 വരെ എൻ്റെ ഇപ്പോഴത്തെ ഒരു റഫ് ഓർമ്മയിൽ 100-112 റെയ്ഡ് മാത്രമാണ് അവർ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അത് അത്രമാത്രം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അത് 5000-ന് മുകളിലേക്ക് പോയി എന്നുള്ള കണക്കുകൾ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. 2004-2014 താങ്കൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ വ്യത്യാസം തന്നെ മനസ്സിലാവും. സ്വാഭാവികമായിട്ട് കുറച്ചുകൂടി അഗ്രസീവായിട്ട് അവർ മുമ്പോട്ട് പോവുകയാണ്. അവർ സീസ് ചെയ്തിരിക്കുന്ന പൈസ വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും ആൾക്കാർ പലരും ഫൈൻ അടച്ചതിനകത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ തന്നെ വലിയ ഒരു വ്യവസായ കാര്യം 1000 കോടിക്ക് മുകളിലായിരുന്നു അവരുടെ
അവിടെ തട്ടിപ്പുണ്ടായിരുന്നു. അവരതിനെ സോഴ്സ് കാണിച്ചു, അവരത് കൃത്യമായിട്ട് ടാക്സ് ഫയൽ ചെയ്യുന്ന കംപ്ലീറ്റ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാവാറ് അത് കൃത്യമായിട്ട് പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന ഫൈസി എന്ന് പറയുന്ന നേതാവിനെതിരായിട്ട് മറ്റു പലർക്കും എതിരെ ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെയുള്ള എന്താണ് മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസാണ് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ അത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്, കേസുകളുണ്ട്. ഇവിടെ വിഷയം മണി ലോണ്ടറിംഗ് അല്ല എന്നുള്ള കാര്യം അങ്ങ് മനസ്സിലാക്കണം. ഈ മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അത് PFIയുമായി കണക്റ്റഡ് ആയിരിക്കുന്നുവെന്നും PFI ആണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി SDPIക്ക് ഫണ്ട് ചെയ്തിരിക്കുന്നതും എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ഇവിടെ കേസ് മണി ലോണ്ടറിംഗിലേക്ക് മാത്രം കൊണ്ടുപോയി ഒതുക്കിയിട്ട് അത് ED അങ്ങനെയാണ് ED ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഊരാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ വിഷയം എന്ന് പറയുന്നത് മണി ലോണ്ടറിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഫൈൻ അടച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്തോ അല്ല സോഴ്സ് കാണിച്ചോ ഒക്കെ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് പോകാമായിരിക്കും. പക്ഷേ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായിട്ട് SDPIക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും ഇലക്ഷന് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും അതിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്നും 2-3 തന്നെയാണ് എന്നുമുള്ള ആരോപണമാണ് മണി ട്രയൽ വഴിയിട്ട് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. സർ, ഇവിടെ അതാണ് ആരോപണം, ഇവിടെ അതാണ് വിഷയം. മണി ട്രയലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് KD അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ SDPIയെ കുറിച്ചിട്ട് ഇപ്പൊ വരുന്ന ആരോപണങ്ങൾ എന്താ? ഇപ്പം നടക്കുന്ന BJPയുടെ നേതൃത്വങ്ങൾ അടക്കമുള്ളവർ പ്രചരിപ്പിക്കുന്നത് എന്താ? ഈ രാജ്യത്തെ പിന്നെ മറ്റ് അന്വേഷണ ഏജൻസി NIA പോലെ അന്വേഷണ ഏജൻസികളുടെ എല്ലാ അന്വേഷണവും ED ഏറ്റെടുത്ത പോലെയാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക കുറ്റാരോപണം മാത്രമാണ് ED അന്വേഷിക്കേണ്ടത്. ആ ED അന്വേഷിക്കുന്ന സാമ്പത്തിക കുറ്റാരോപണം അന്വേഷിച്ചോട്ടെ, കൃത്യമായ മറുപടി കൊടുക്കാൻ SDPക്കുണ്ട്. അതിന്റെ പിന്നെ വരവുകൾ, അതിന്റെ സമ്പാദ്യം മൊത്തവും സുതാര്യമാണ്. IT-ക്ക് കൃത്യമായി നമ്മൾ കണക്ക് കൊടുക്കുന്നുണ്ട്. ഇന്ന് തന്നെ മലപ്പുറത്ത് റെയ്ഡ് നടന്നു. അവിടുന്ന് പിടിച്ചെടുത്ത എന്താ? ഞങ്ങൾ IT-ക്ക് കൊടുത്ത കണക്കുകൾ, രസീത് ബുക്കുകളാണ് 50 എണ്ണം പിടിച്ചുകൊണ്ട് പോയത്. അവിടുന്ന് ഞങ്ങളുടെ കൊടി പിടിച്ചുകൊണ്ടുപോയി, ജനപ്രതിനിധികളുടെ ഡീറ്റെയിൽ പിടിച്ചുകൊണ്ടുപോയി, ഞങ്ങൾ കഴിഞ്ഞ ഇലക്ഷന് ഇറക്കിയ മാനിഫെസ്റ്റോ പിടിച്ചുകൊണ്ടുപോയി, അവിടുത്തെ ഓഫീസിലെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ ഇപ്പം BJPയുടെ ഓഫീസിലോ അല്ലെങ്കിൽ CPMന്റെ ഓഫീസിലോ കോൺഗ്രസിന്റെ ഓഫീസിലോ പെട്ടെന്ന് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി വന്ന് റെയ്ഡ് നടത്തിയാൽ കിട്ടാവുന്നതിനപ്പുറത്തേക്കൊന്നും SDPയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഇപ്പോഴും തിരുവനന്തപുരത്ത് പിന്നെ ഓഫീസിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ പോലും അവിടെയും ഒന്നും നേടിയെടുക്കാൻ കാരണം എന്താ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തോ ഒരു ഭീകര പ്രവർത്തനമാണ്. അങ്ങനെ ഒന്നും ഈ SDPയുടെ ഓഫീസിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ നിലയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന നിലയിൽ അതിൻ്റെതായ രേഖകൾ, ഞങ്ങൾ ജനങ്ങളുമായി സംവദിച്ച ലഘുലേഖകളാണ് ഞങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ കഴിഞ്ഞ തവണ വഖഫ് സമ്മേളനവുമായി ബന്ധപ്പെട്ടിറക്കിയ നോട്ടീസുകൾ ഇതൊക്കെ പിടിച്ചെടുത്തതാണ്. അതൊക്കെ പിടിച്ചെടുക്കുന്നത് ഞങ്ങൾ പിടിച്ചെടുക്കേണ്ടതില്ല, ഞങ്ങൾ അങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുകൊടുക്കാം. ഞാൻ ആയിരക്കണക്കിന് ഓഫീസുകൾ തുറന്നിട്ടിരിക്കുകയാണ്. ഇന്ന് ഏതെങ്കിലും ഒരു ഓഫീസർ വന്നിട്ട് അവിടെ നിന്ന് തുറക്കുന്നില്ലെന്നോ ഒരു പ്രശ്നം പരാതിയില്ല. ഞങ്ങൾ തുറന്നു കൊടുത്തു. ഞങ്ങൾ അതിലേക്ക് കയറാൻ മാധ്യമപ്രവർത്തകരെ അനുവദിച്ചു. അവര് അന്വേഷണ ഏജൻസിയാണ് അനുവദിക്കാത്തത്. ഞങ്ങൾക്ക് ഒന്നും മറച്ചു വെക്കാൻ SDPയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ രാജ്യത്തെ എല്ലാ ഭരണഘടനയും ഉൾക്കൊണ്ടുകൊണ്ട് ഭരണഘടനയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. ഞാൻ ഒരു കാര്യം എനിക്ക് മറുപടി പറയാനുണ്ട് മഞ്ജുഷേ. സുഹൃത്തെ, താങ്കളുടെ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നുണ്ട്, അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടി എന്നുള്ള കാര്യം ഇവിടെ ആരെങ്കിലും ആരോപണമായിട്ട് പറഞ്ഞില്ലല്ലോ. മണി ട്രയൽ നടത്തുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് SDPIക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നും ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള തരത്തിലുള്ള ഡോക്യുമെന്റ്സ് കിട്ടിയിട്ടുണ്ട് എന്നുമാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ഒരിടത്ത് ഒരു വിഷയം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ മറുതലയ്ക്കലും സെർച്ച് നടക്കുക, റെയ്ഡ് നടക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായ പ്രോസസ്സാണ്. അവർ ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. അത് കഴിയട്ടെ. കണ്ടെത്തിയില്ലെങ്കിൽ